ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 23/12/2024 തിങ്കളാഴ്ച 23,747 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,769 എന്ന ലെവലിലാണ്. ഒരു ഗ്യാപ്പ് അപ്പ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ചെറിയ പോയിന്റുകൾക്ക് ക്ലോസ് ചെയ്തതിനെ അപേക്ഷിച്ച് ചെറിയ പോയിന്റുകൾക്ക് മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തത്. എന്നാൽ നമ്മൾക്ക് കാണാം, നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് ആൻഡ് പ്രധാന റെസിസ്റ്റന്റ് ആദ്യം ലഭിക്കാവുന്ന ഈ ലെവലുകൾക്കിടയിൽ മാത്രമാണെന്ന് നിഫ്റ്റി മൂവ് ചെയ്തിരുന്നത്. ഈ അവസാനത്തെ ഈ ലെവൽ, ഈ ഒരു ടെസ്റ്റിംഗ് അത് 3:29 ശേഷമാണ് സംഭവിച്ചത് എന്നാണ് പറയാൻ പറ്റുകയുള്ളൂ. അത് ഒരു ട്രേഡിംഗ് ഹോൾഡ് ചെയ്തിരുന്ന ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് എന്തായിരുന്നാലും ലഭിക്കില്ല. 3:20-25 എന്തായിരുന്നാലും പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അത്തരത്തിൽ കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ഇവിടെ ഈ തരത്തിലൊരു ഓപ്പണിംഗ് തന്നു. വളരെ പെട്ടെന്നൊന്ന് അപ്വേർഡ് പോയെങ്കിൽ പോലും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു സെല്ലിംഗ് കിട്ടിയെന്ന്. നമ്മളുടെ സപ്പോർട്ട് ലെവൽ ആവേണ്ടതായിരുന്നു. പക്ഷേ ഈ റേഞ്ച് കൃത്യമായും ട്രേഡ് ചെയ്തവരുണ്ട്, പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിന്നും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അനുസരിച്ച് സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാലാണ് നമുക്ക് താഴോട്ട് കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ അപ്പ് മൂവ് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു സപ്പോർട്ടാണ്. ഇവിടെ വരെയുള്ള ട്രേഡ് എടുക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും അത് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഡേയ്സ് ഹൈയും ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഡേയ്ക്ക് മുകളിലോട്ട് പ്രൈസിന് കിടക്കാനോ ക്ലോസ് ചെയ്യാനോ കഴിയാതെ പ്രൈസ് അവിടെ നിന്ന് വീണ്ടും റിട്ടേൺ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലെവൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ട്രെയിൽ ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ എന്ന ലെവലിൽ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോരുത്തരും അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് തന്നെയാണ് ട്രേഡ് ചെയ്യുക. എന്നാൽ ടൈം ഫ്രെയിമിലുള്ള ഈ ചെറിയ കാൻഡിൽ പാറ്റേണുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ഗസ് ചെയ്യാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ഒരു ഗസ്സിങ് മാത്രമാണ് ഓരോ ട്രേഡും എന്ന് വേണം പറയാൻ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ തീർച്ചയായും എക്സിറ്റ് ആവുക അല്ലെങ്കിൽ ആകാം എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ലെവലുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഇവിടെ നിന്നും നോക്കിയാൽ തീർച്ചയായും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വ്യക്തമായ എൻട്രി തന്നുകൊണ്ട് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെയെല്ലാം പിന്നീട് കൺസോൾട്ടേഷൻ നല്ല രീതിക്ക് നടന്നിട്ടുണ്ട്. എങ്കിലും കൃത്യസമയത്ത് ട്രേഡുകളിൽ എൻ്ററായി ഓരോ റൈസിനും സെല്ല് ചെയ്യാമെന്ന് കരുതിയ എല്ലാവർക്കും തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അവസാന മണിക്കൂറിലേക്ക് ഈ ഏരിയയിൽ പിന്നെയും പ്രൈസ് വളരെയധികം കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്രീമിയം മെൽറ്റിങ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയവർ, കിട്ടിയ പ്രോഫിറ്റുകൾ അപ്പോൾ കവർ ചെയ്യാൻ പറ്റിയവർക്ക് മാത്രമേ ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇന്ന് ആകെ ലഭിച്ച മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 165 പോയിന്റ് മാത്രമാണ്. അപ്പോൾ അതും ഇത്തരത്തിൽ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് പലരും മാർക്കറ്റ് വിട്ടിരുന്നു. എന്നാൽ രാവിലെ ഈ ട്രേഡുകളെല്ലാം നല്ല രീതിക്ക് പലരും എടുത്തിരുന്നു. ഇവിടെയും ട്രേഡുകൾ എടുത്തവരുണ്ട്, ആഫ്റ്റർനൂൺ ട്രേഡ് എടുത്തവരുണ്ട്. എങ്കിലും അതത്ര വലിയ പ്രോഫിറ്റുകളൊന്നും ആർക്കും തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്. നാളെ ഇപ്പോൾ ക്രിസ്മസ് ആണ്, ഹോളിഡേ ആണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് മാത്രം, വ്യാഴാഴ്ചയാണ് ഇനി ഓപ്പണിങ്. അന്നേ ദിവസം ട്രേഡ് ചെയ്യാൻ പാകത്തിന് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിക്കാം. 23,729 എന്ന ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ തന്നെ ഞാൻ ആദ്യത്തെ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തുകയാണ്. തൊട്ട് താഴെ കഴിഞ്ഞ ദിവസത്തെ ലെവൽ മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തുന്നുണ്ട് 23,647 എന്ന ലെവൽ. അതുപോലെ 23,934 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം, അതും ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 23,870. അതിന് മുകളിലോട്ടുള്ള ലെവലുകളും താഴെയുള്ള ലെവലുകളും എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ചേർത്തത് തന്നെയാണ്. അത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ കഴിയുന്നതാണ്. അഥവാ അത്തരത്തിൽ വാച്ച് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഇന്നലത്തെ വീഡിയോ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാനായി പോസ്റ്റ് ചെയ്ത വീഡിയോകൾ കാണാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് തീർച്ചയായും ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ
കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. 23,647 എന്ന ലെവലിന് താഴെ ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് ലഭിക്കുക എന്ന് വന്നാൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലെവൽ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായി മാറുന്നതാണ്. എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. പ്യൂർലി കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലെവലുകളിലൊന്നും കാര്യമായ വ്യത്യാസങ്ങൾ വരുത്താനില്ല. അതുകൊണ്ട് തന്നെ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ്. 51,249 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ലോ 51,115 ആ ലെവല് മറ്റൊരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ ലെവലുകൾ കാണാം. മാറ്റം വരുത്തിയിട്ടുള്ള മറ്റൊരു ലെവൽ 51,489 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുക എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലെവലുകൾ. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ടായിരുന്ന അതേ ലെവലുകൾ തന്നെയാണ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 51,489 എന്ന ലെവൽ തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങാൻ കഴിയും. അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ്. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് 50,914 എന്ന ലെവൽ. അത്തരത്തിൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴോട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 78,450 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്നത്. അതുപോലെ തന്നെ 79,088 എന്ന ലെവൽ ഒരു ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയും കാണുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് 78,918 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി കണക്കാക്കേണ്ടതുണ്ട്. ഉയരം കൂടുതലായി വീണ്ടും മുകളിലോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 78,188 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കരുതുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഒരവധി ദിവസത്തിന് ശേഷം വരുന്ന വ്യാഴാഴ്ച നാളെ കഴിഞ്ഞത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാന്.
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. ഗുണകരമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്കുകൾ രേഖപ്പെടുത്തുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ അവധിയാണ്, ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്